സുഹൃത്തുക്കളെ, ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണണം. ഒരാഴ്ചയിലധികമായി കർണാടകയിൽ സർക്കാർ മുസ്ലിങ്ങളെ വീടുകളെല്ലാം അടിച്ചു നിരത്തി ബുൾഡോസർ രാജ് നടപ്പാക്കി എന്നുള്ള ചർച്ചയിലാണ്. അതിന് എതിരായി പല ആളുകളും രംഗത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ KT ജലീലായാലും റഹീമായാലും എല്ലാവരും ഇതിനെതിരെ രംഗത്ത് വന്നു. ഇതിലെ സത്യാവസ്ഥ എന്താണെന്ന് അറിയുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്തതാണ്. പോരാത്തതിന് ഒരാൾ നമ്മളെ വീഡിയോ കമൻ്റ് ഇട്ടീന് കർണാടകനെ പറ്റി വീഡിയോ ചെയ്യാൻ. അതിനാണ് ഈ വീഡിയോ. UP-യിലും BJP ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലും നടക്കുന്നത് പോലുള്ള ബുൾഡോസർ രാജ് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലും ഇതാ നടപ്പാക്കുന്നു എന്ന് പറഞ്ഞാണ് എല്ലാവരും കോൺഗ്രസിനെ കുറ്റം പറയണം. അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയപ്പോൾ 10-25 വർഷമായി മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ അവിടെ താമസിക്കുന്നവർക്ക് നോട്ടീസ് നൽകി. ഇത് സർക്കാർ ഭൂമിയാണ്, എയർപോർട്ടിൻ്റെ അടുത്തുള്ള മാലിന്യ സംസ്കരണ ഭൂമിയാണ്, വാസയോഗ്യമല്ല. നോട്ടീസ് നൽകിയിട്ടും ഇതേവരെ അവരെ കുടിയൊഴിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. മുസ്ലിങ്ങൾ മാത്രം തിങ്ങിപ്പാർക്കുന്ന സ്ഥലം ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചടിക്കുമെന്നാണ് ഇവിടെ വാർത്ത വന്നത്. സത്യത്തിൽ അത് മുസ്ലിങ്ങൾ മാത്രം ജീവിക്കണ സ്ഥലമല്ല. മുസ്ലിങ്ങളും മുസ്ലിങ്ങളല്ലാത്തവരും ക്രിസ്ത്യാനികളും എല്ലാവരും ജീവിക്കുന്ന സ്ഥലമാണ്. അത് അവിടെയുള്ള സാധു ജനങ്ങളെ ഈ കുത്തക തട്ടിപ്പുകാർ 1 ലക്ഷവും 2 ലക്ഷവും ഭൂമിക്ക് വേങ്ങിങ്ങാണ്ട് അവരെ പറ്റിച്ചതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരോട് പറഞ്ഞ് ഈ ജനങ്ങളോട് 3 മാസത്തിനുള്ളിൽ നിങ്ങളെ പുനരധിവസിപ്പിക്കും, നിങ്ങൾ മാറണം എന്ന് പറഞ്ഞിട്ടും മാറണില്ല. അങ്ങനെയാണ് അവരുടെ വീടുകൾ തരിപ്പണാക്കിയത്. അതിനെതിരെ KT ജലീലും റഹീമും അടക്കമുള്ള ആളുകൾ അവിടെ പോയി അവരുടെ പ്രതിഷേധം അറിയിച്ചു. പക്ഷേ ഈ പ്രതിഷേധിക്കുന്നവർക്ക് അതിനുള്ള യോഗ്യതയുണ്ടോ എന്ന് ഈ വീഡിയോ കണ്ടു നോക്ക്. പശ്ചിമബംഗാളിൽ CPM-ന്റെ 34 വർഷത്തെ തുടർച്ചയായ ഭരണത്തിന് അന്ത്യം കുറിക്കാനിടയാക്കിയ സംഭവം എന്ന നിലയിൽ രാജ്യത്തുടനീളം ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് നന്ദിഗ്രാം. നന്ദിഗ്രാമിൽ സ്ഥാപിക്കാൻ ഉദ്ദേശിച്ച രാസവസ്തു വ്യവസായ ശൃംഖലയ്ക്ക് വേണ്ടി 10,000 ഏക്കർ കൃഷിഭൂമി ഏറ്റെടുക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. പ്രദേശവാസികൾ ഇതിനെ ശക്തമായി എതിർത്തു. സ്ഥലം ഏറ്റെടുക്കുന്നതിനെതിരെ വലിയ ജനകീയ പ്രക്ഷോഭം ആരംഭിച്ചു. പ്രക്ഷോഭകരെ അടിച്ചൊതുക്കാൻ 3000 പോലീസുകാരെ മാർച്ച് 14-ന് നന്ദിഗ്രാമിലേക്ക് അയച്ചു. പോലീസ് വരുന്ന വിവരമറിഞ്ഞ് സമരക്കാർ 5000-ഓളം ഗ്രാമീണരെ സംഘടിപ്പിച്ചു. പോലീസും പ്രക്ഷോഭകരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. പോലീസ് വെടിവെപ്പിൽ 14 പേർ കൊല്ലപ്പെട്ടു. 100-ലധികം പേരെ കാണാതായി. പ്രക്ഷോഭകരെ നേരിടാനായി പോലീസിന് പുറമെ പാർട്ടി ഗുണ്ടകളും എത്തിയിരുന്നതായി വാർത്തകൾ വന്നു. പലരും മരിച്ചത് ഗുണ്ടകളുടെ വെടിയേറ്റാണെന്ന് ആരോപണമുണ്ടായി. നന്ദിഗ്രാമിൽ നിന്ന് കണ്ടെടുത്ത വെടിയുണ്ടകൾ പലതും ഗുണ്ടകൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. നിരവധി സ്ത്രീകൾ മാനഭംഗം ചെയ്യപ്പെട്ടു. പുറത്തുവന്ന വിവരങ്ങൾ അനുസരിച്ച് തന്നെ 42 സ്ത്രീകൾ മാനഭംഗത്തിനിരയായിട്ടുണ്ട്. എന്നാൽ 300-ഓളം സ്ത്രീകളെ CPM പ്രവർത്തകർ മാനഭംഗപ്പെടുത്തിയെന്നാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ആരോപണം. അധ്വാനവർഗ മഹത്വം പ്രസംഗിക്കുന്ന ഒരു സർക്കാരിന് കീഴിലാണ് സ്വന്തം കൃഷിയിടം സംരക്ഷിക്കാനിറങ്ങിയ കർഷകർ ഇത്തരത്തിൽ പീഡനങ്ങൾക്ക് ഇരയായത്. നന്ദിഗ്രാമിലെ അതിക്രമങ്ങളുടെ വാർത്തകൾ കേട്ട് രാജ്യം അമ്പരന്നു. നന്ദിഗ്രാമിൽ നിന്ന് CPM പ്രവർത്തകർ അടിച്ചോടിച്ച കർഷകർ നവംബർ മാസത്തിൽ തിരിച്ചു വന്നപ്പോൾ അവർക്കുനേരെ ആക്രമണമുണ്ടായി. മുഖ്യമന്ത്രിയും CPM നേതൃത്വവും ഈ ആക്രമണത്തെ ന്യായീകരിക്കുകയാണുണ്ടായത്. CPM-ന്റെ ഒരു റാലിയിൽ പങ്കെടുക്കാൻ വിസമ്മതിച്ചതിന് ഭൂമി സംരക്ഷണ സമിതി പ്രവർത്തകരായ 3 സ്ത്രീകളെ വസ്ത്രാക്ഷേപം നടത്തി. പശ്ചിമബംഗാളിൽ ദീർഘകാലം ധനമന്ത്രിയായിരുന്ന അശോക് മിത്ര സംസ്ഥാന സർക്കാരിനെയും പാർട്ടിയെയും വിമർശിച്ചുകൊണ്ട് രംഗത്തുവന്നു. പാർട്ടി നേതാക്കളുടെ ധാർഷ്ട്യം സകല സീമകളെയും ലംഘിച്ചിരിക്കുകയാണെന്നും സ്തുതിപാഠകരെയും കൊട്ടാരം വിദൂഷകരെയും സാമൂഹ്യ വിരുദ്ധരെയും കൊണ്ട് പാർട്ടി നിറഞ്ഞിരിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി.
സർക്കാരിന്റെ വ്യവസായ നയം നടപ്പാക്കാൻ എതിര് നിൽക്കുന്നവരെ അരിഞ്ഞു വീഴ്ത്താനുള്ള വാളായി പാർട്ടി മെഷീനറി മാറിയിരിക്കുകയാണെന്നും ആക്ഷേപമുയർന്നു. തുടർച്ചയായ ഇടതുമുന്നണി ഭരണത്തിന് കീഴിൽ തൊഴിലാളി യൂണിയനുകൾ പ്രബലരായി കാര്യങ്ങൾ നിയന്ത്രിക്കാൻ തുടങ്ങിയതോടെ വ്യവസായ യൂണിറ്റുകൾ ഒന്നൊന്നായി അടച്ചുപൂട്ടി. വ്യവസായികളും ബിസിനസ്സുകാരും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ചേക്കേറി. തൊഴിലില്ലായ്മ കുതിച്ചുയർന്നു. 2011 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി തകർന്നടിഞ്ഞു. മുഖ്യമന്ത്രി ബുദ്ധദേവ് ഭട്ടാചാര്യ പോലും തന്റെ സീറ്റിൽ പരാജയപ്പെട്ടു. 34 വർഷത്തെ തുടർഭരണത്തിന് ശേഷം CPM ബംഗാളിൽ അധികാരത്തിൽ നിന്ന് പുറത്തായി. ഇതേപോലെ കോൺഗ്രസിനെ വിമർശിച്ചാണ് കോൺഗ്രസും CPMഉം ഇന്ത്യയിൽ ഇല്ലാതായത്. ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന BJPയിൽ ഉള്ള MP-മാരും MLA-മാരും ഭൂരിഭാഗവും ആദ്യത്തെ കോൺഗ്രസ്സുകാരാണ്. അതേപോലെ CPM-ഉള്ളവരാണ്. CPM-ഉള്ളവർ കുറച്ചുള്ളൂ ബംഗാളിലെ ത്രിപുരയത്തതും, പക്ഷേ അധിക പേരും ആദ്യത്തെ കോൺഗ്രസ്സാണ്. അതിന് കാരണം കോൺഗ്രസിനെ ഇങ്ങനെ വിമർശിച്ച് കോൺഗ്രസ്സിലുള്ളവർ അധികാരം തേടിപ്പോയി. അധികാരമുള്ളവരുടെ ഒപ്പം ആൾക്കാരുണ്ടാവുള്ളൂ. ഇനി 2-3 സംസ്ഥാന കോൺഗ്രസ്സിനുള്ളൂ. അതുകൂടെ BJP-നെ മേൽ കിട്ടാനുള്ള വഴി നിങ്ങൾ ഒരുക്കരുത്. എനിക്ക് 100% വിശ്വാസമുണ്ട് DK ശിവകുമാറിലും സിദ്ധരാമയ്യയിലും. അവർ മനുഷ്യത്വമുള്ള ആൾക്കാരാണ്. അവർ യോഗി ആദിത്യനാഥ് നടത്തുന്നത് പോലെ ബുൾഡോസർ രാജ് നടത്തൂല. ഈ അടുത്ത് അവിടെ റെയിൽവേൻ്റെ വികസനത്തിന് കുറേ വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് 3 മാസത്തിനുള്ളിൽ പുനരധിവസിപ്പിച്ച്. അതേ സ്ഥാനത്ത് നമ്മളെ വയനാട്ടിൽ ചൂരൽമലയിലും ഇപ്പോഴും പുനരധിവാസം നടപ്പായിട്ടില്ല. അതൊക്കെ അവിടെ ഇട്ടുങ്ങാണ്ട് നമ്മൾ കർണാടകയിൽ പോയി സമരം ചെയ്യാനുള്ള കാരണം ഇനി അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പാണ് ഇനി വരാൻ പോണത്. അതിന് ഈ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷത്തിൻ്റെ വോട്ടുകൾ ഭരണപക്ഷത്തിന് കിട്ടിയിട്ടില്ല. ഇനി എങ്ങനെയെങ്കിലും ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടാനാണ് കർണാടകയിൽ പോയിന്. ഈ ന്യൂനപക്ഷത്തിനോട് പ്രേമമുള്ള ആൾക്കാർ RSS പദ്ധതിയായ PM ശ്രീ പദ്ധതി ഒപ്പുവെച്ച്. PM ശ്രീ പദ്ധതി എന്താണെന്ന് പോലും നമ്മൾ പല ആളുകൾക്കും അറിയില്ല. PM ശ്രീ പദ്ധതി എന്ന് പറഞ്ഞാൽ RSSൻ്റെ പാഠ്യപദ്ധതിയാണ്. നമ്മുടെ സ്കൂളുകളിൽ ഇനി ഗാന്ധിജിയെ കൊന്ന രാജ്യദ്രോഹി നാഥൂറാം ഗോഡ്സെ രാഷ്ട്രപിതാവാക്കി അവർ എഴുതും. അത് നമ്മളെ കുട്ടികൾ പഠിക്കണം. അതേപോലെ സൂനക്കി നമ്മൾ ഇന്ത്യയെ ഒറ്റുകൊടുത്ത സവർക്കറെ സ്വാതന്ത്ര്യ സമര സേനാനിയാക്കും. അതെല്ലാം ഇനി നമ്മളെ കുട്ടികൾ സ്കൂളിൽ പഠിക്കൽ. ആ PM ശ്രീ പദ്ധതി നടപ്പാക്കാൻ BJPക്ക് ഇടയിൽ പാലമായി നിന്നത് RSSനെതിരെ ഘോര പ്രസംഗിക്കുന്ന ജോൺ ബ്രിട്ടാസ് എന്ന ഒറ്റുകാരനാണ്. ആ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിന്, പക്ഷെ വേണമെങ്കിൽ അതിൻ്റെ കുറച്ച് ഭാഗം ഇതിലിട്ടുതരാം. PM ശ്രീ എന്ന സംഘപരിവാർ പദ്ധതി എങ്ങനെ കേരളത്തിൽ വന്നു? ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരെ വാളുയർത്തിയ CPM എങ്ങനെ ആ വാൾ ഉറയിലിട്ട് മോദിക്ക് കീഴടങ്ങി? ഇടക്കാലത്ത് വിവാദം തണുത്തെങ്കിലും ഇന്ന് വീണ്ടും PM ശ്രീയിൽ പുതിയ വിവാദം തിരികൊളുത്തപ്പെട്ടു. ഈ സംഘപരിവാർ പദ്ധതിയിൽ പിണറായി സർക്കാരിനും മോദി സർക്കാരിനും ഇടയിലെ പാലം ജോൺ ബ്രിട്ടാസ് എന്ന് വെളിപ്പെടുത്തുകയാണ് പാർലമെന്റിൽ കേന്ദ്രമന്ത്രി. PM ശ്രീ പദ്ധതിയിൽ കേന്ദ്രത്തിനും കേരളത്തിനും ഇടയിൽ പാലമായത് ജോൺ ബ്രിട്ടാസ് MP എന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനാണ് രാജ്യസഭയിൽ പറഞ്ഞത്. ആ വാക്കുകളിലേക്ക്. He himself mediate with his state government, with union government. My dear friend John Brittas, I am very thankful to him. He create the bridge between government of Kerala and government of India. At one point of time, they agreed to sign the PM Shri MOU. Later on, what compelled them, I don't know. Honorable Minister, Kerala government come to see me. I don't want to quote. It is their problem. They are facing dilemma within themselves. Due to their internal contradictions, they are not implementing
PM Shri, and if I quote, what are there in the PM Shri? അതേപോലെ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നാഷണൽ ഹൈവേ വന്ന് അതിൽ എത്ര പേരെ കുടിയൊഴിപ്പിച്ചിന്, എത്ര വീടുകൾ പൊളിച്ചിന്. വികസനങ്ങൾ വരുമ്പോൾ അവിടുന്ന് കുടിയൊഴിപ്പിക്കലുണ്ടാവും. അതിന് മുസ്ലിങ്ങളെ അവിടെ നിന്ന് ഇറക്കിവിട്ട് അവരെ ഇറക്കിവിട്ട് ഈ തിരഞ്ഞെടുപ്പാകുമ്പം ഇന്ത്യയിലുള്ള ഒരു സംഭവമാണ് ജാതി വികാരം ഇളക്കിവിടും, മതവികാരം ഇളക്കിവിടൽ. അതേപോലെ പോയി ചെയ്ത് നോക്കിയതാണ് ഇത്. അതിനെതിരെ DK ശിവകുമാർ പറഞ്ഞതൊന്ന് കണ്ടു നോക്ക്. കർണാടക കുഗ്ലുവിലെ അനധികൃത കുടിയേറ്റങ്ങൾ ഒഴിപ്പിച്ച സംഭവത്തിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഷ്ട്രീയം കളിക്കുന്നുവെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ. കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ തോറ്റുകൊണ്ടിരിക്കുന്ന സർക്കാർ ന്യൂനപക്ഷങ്ങളുടെ സിമ്പതി പിടിച്ചുപറ്റാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ കർണാടകയിൽ ജനങ്ങൾ നടപടിയെ സ്വാഗതം ചെയ്യുകയാണെന്നും അനധികൃത കുടിയേറ്റങ്ങൾ അനുവദിക്കില്ലെന്നും DK ശിവകുമാർ പറഞ്ഞു. See, Kerala CM is doing politics, sir. His election, he is in a time of losing his election. He is trying to do politics. We doesn't want to involve in. I am requesting him. You should be aware of this. This is a local issue. We have to safeguard the interest of the health hazard. We don't want illegal people to occupy in a government property. That is why there is a lot of hue and cry in this one. We don't want to create slums in Bangalore. This is a city with lot of this one. Like I don't want to comment on other cities, but it is our duty to protect the government properties. We are doing it. If anyone have been affected, if they doesn't have houses, we have an opportunity, we have an provision to give them houses. Definitely we will help all of them. ഇപ്പോൾ അവിടെ വീട് പൊളിച്ചവരിൽ അർഹരായവർക്ക് ഫ്ലാറ്റ് അവിടെ ഒരുങ്ങിക്കഴിഞ്ഞു. പുനരധിവാസം ഈ അടുത്തന്നെ ഉണ്ടാവുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിന്. 11-12 ലക്ഷത്തിൻ്റെ വീടാണ് അവിടെ കൊടുക്കാൻ പോണത്. അതിൽ 5 ലക്ഷം ഈ വീടിന് അർഹരായവർ കൊടുക്കണമെന്നാണ് പറയുന്നത്. സർക്കാർ അവിടുത്തെ ജനങ്ങൾക്ക് പുനരധിവാസം ഉറപ്പ് നൽകിയത് ആദ്യം തന്നെ തീരുമാനിച്ചതാണ്. ഇവിടുത്തെ KT ജലീലും AA റഹീമും പോയിട്ട് അവർക്ക് കിട്ടിയതാണെന്നാണ് ഇപ്പോൾ അവർ പ്രചരിപ്പിക്കുന്നത്. ഇവിടുന്ന് പോയ ആളുകൾ അവിടെ കലക്ടറെയോ മജിസ്ട്രേറ്റിനെയോ ഒന്നിനും കണ്ടിട്ടില്ല. ആരെയും കാണാതെ എങ്ങനെ അതിന് പരിഹാരം ഉണ്ടാവില്ല? ഇവിടുന്ന് പോയവർ സോഷ്യൽ മീഡിയയിൽ ഷോ കാണിച്ചെന്നല്ലാതെ അവരവിടെ പാർട്ടിക്കാരെ കയ്യടി കിട്ടാനും വേണ്ടി ചെയ്ത്. പക്ഷേ ഇത് കിട്ടണമെങ്കിൽ അവിടുത്തെ മുഖ്യമന്ത്രിൻ്റെ അടുത്തും അതേപോലെ MLA അടുത്തും പോയി പറയണ്ടേ. ഇത് അവർ നേരത്തെ തീരുമാനിച്ചതാണ് അവർക്ക് പുനരധിവസിപ്പിക്കുമെന്ന്. അവർ മാറാത്തതുകൊണ്ട് അത് പൊളിച്ചതാണ്. ഗവൺമെൻറ് പ്രോപ്പർട്ടി എല്ലായിടത്തും നമ്മുടെ ഇവിടെ തന്നെ അച്യുതാനന്ദം ഭരിക്കുമ്പോൾ എത്രയോ ഫ്ലാറ്റുകൾ പൊളിച്ചിന്. ഗവൺമെൻറ് ഭൂമി കയ്യേറുമ്പോൾ അത് ഗവൺമെൻറ് ഒഴിപ്പിക്കും. അത് മുസ്ലിങ്ങളെ കുടിയൊഴിപ്പിച്ച് മുസ്ലിങ്ങളെ വീട് പൊളിച്ച് എന്ന് പറഞ്ഞ് UP നടക്കണമാതിരി ബുൾഡോസർ രാജല്ല അവിടെ നടന്നത്. പക്ഷേ അവിടുത്തെ സാധുക്കളെ വീട് പൊളിച്ച് വഴിയാതാരാക്കിയതിൽ നമുക്ക് സങ്കടമുണ്ട്. അവർക്ക് പുനരധിവസിപ്പിക്കുന്നത് വരെ ഉള്ള ഭക്ഷണവും താമസവും ഗവൺമെൻറ് നോക്കാമെന്ന് ഇപ്പോൾ അവർക്ക് വാക്ക് കൊടുത്തിന്. അത് 100% ചെയ്യും. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം നമുക്ക് മെസ്സിയെയും റൊണാൾഡോയെയും നെയ്മറിനൊക്കെ ഇഷ്ടമുള്ള മാതിരി നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് DK ശിവകുമാർ. ഇഷ്ടപ്പെടാനുള്ള കാരണം 1200 കോടി ആസ്തിയുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിന് BJP കേന്ദ്രമന്ത്രി സ്ഥാനം അതേപോലെ മുഖ്യമന്ത്രി സ്ഥാനം ഇതൊക്കെ വാഗ്ദാനം ചെയ്തിട്ടും പാർട്ടിയോടുള്ള സ്നേഹം കൊണ്ട് കോൺഗ്രസിൽ തന്നെ നിന്ന വ്യക്തിയാണ്. എത്രയോ തവണ മുഖ്യമന്ത്രിയായ സിദ്ധരാമയ്യ ഇപ്പോഴും മുഖ്യമന്ത്രിയാണ്. അതിന് യോഗ്യന് ഇപ്പോൾ DK ശിവകുമാറാണ്. തകർന്നടഞ്ഞ പാർട്ടിയെ ഈ കഴിഞ്ഞ പ്രാവശ്യം PCC പ്രസിഡൻ്റായി അധികാരത്തിലെത്തിച്ചതിൽ നിർണായക പങ്ക് വഹിച്ചതാണ് DK ശിവകുമാർ. അങ്ങനത്തെ പോലെ ഉരുക്കു മനുഷ്യന്മാരോട് ഒരു നെറികേടും ചെയ്യില്ല എന്ന് നമുക്കറിയാം. പിന്നെ കോൺഗ്രസ്സിലുണ്ട് ബ്രിട്ടാസിനമായിരുത്തെ ജൂദാസുകൾ. അതിൽപ്പെട്ടൊരാളാണ് ശശി തരൂർ. ശശി തരൂർ മോഡിനെ സ്തുതി പാടാനുള്ള കാരണം ശശി തരൂരിൻ്റെ ആദ്യ ഭാര്യ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടിന്.
ഇനി മോഡിയെ എന്തെങ്കിലും പറഞ്ഞാൽ ആ കേസ് CBIക്കൊക്കെ വിട്ട് കെജ്രിവാളിനെ ജയിലിലിട്ട പോലെ ശശി തരൂരിനെ ജയിലിലിടാൻ ഒരു പണിയില്ല. അതിനാണ് BJP ഇങ്ങനെ താങ്ങിക്കണേ. അതേപോലെ നമ്മുടെ മുഖ്യമന്ത്രി BJPയെ സപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ മകളുടെ കോഴ വിവാദം, അതേപോലെ ലാവ്ലിൻ കേസ്, അങ്ങനെ അതൊക്കെ കുത്തിപ്പൊക്കി നമ്മുടെ മുഖ്യമന്ത്രിയെയും ജയിലിലിടാൻ ഒരു പണിയുമില്ല. അതൊക്കെ പോകാതിരിക്കാനാണ് ഇവിടെ BJP അനുകൂല ഭരണം കേരളത്തിൽ നടപ്പാക്കുന്നത്. BJP ഭരണമാണ് ഇവിടെ നടക്കുന്നത് പറയാൻ കാരണം ഇന്ത്യയിൽ BJPക്ക് ഒരു MLA പോലും ഇല്ലാതെ BJP ഭരണം നടക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് നമ്മുടെ കേരളം. നമ്മുടെ തൊള്ളോണ്ട് അതും ഇതൊക്കെ BJPനെ RSSനെ പറയുമെങ്കിലും പ്രത്യക്ഷത്തിൽ നമ്മൾ ഇവിടെ BJP ഭരണം നടക്കുന്നത്. അതിന് ഏറ്റവും ചെറിയ ഉദാഹരണമാണ് PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത്. RSS BJP പ്രവർത്തകർ പ്രതിയാകുന്ന കേസുകളിൽ എല്ലാവരെയും ഒന്നല്ലെങ്കിൽ മാനസിക രോഗി, അല്ലെങ്കിൽ അവരറിയാതെ കള്ളുകുടിച്ച് ചെയ്തതാണ് എന്ന് പറയും വെറുതെ വിട്ട എത്രയോ കേസുകളുണ്ട്. അവരിഞ്ഞ് ബോംബുണ്ടാക്കിയാലും കള്ളനോട്ട് പിടിച്ചാലും എന്ത് പിടിച്ചാലും മാനസിക രോഗികൾ. അതാണ് ഇവിടെ BJP ഭരണം നടക്കുന്നു എന്ന് പറയുന്നത്. ഇനിയും കോൺഗ്രസിനെ ഇല്ലാതാക്കരുത്. നമ്മൾ മരിച്ചുപോയി പാവം നമ്മൾ പ്രിയപ്പെട്ട സഖാവ് യെച്ചൂരി പറഞ്ഞത് ഞങ്ങളടുത്ത് വന്ന ഏറ്റവും വലിയ അബദ്ധം ആണവ കരാറിനെ എതിർത്തതും കോൺഗ്രസിനെ എതിർത്തതുമാണെന്നാണ്. അദ്ദേഹത്തിന് കോൺഗ്രസ് ഭരിക്കുമ്പോൾ തലക്കടിയിട്ടില്ല RSSനെന്ന്, പക്ഷേ BJP ഭരിക്കുമ്പോൾ അദ്ദേഹത്തിന് തലക്കടി കിട്ടി, ഇരുമ്പോടി കൊണ്ട്. അതാ സങ്കടമാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മുടെ ഭീമാപ്പള്ളി വെടിവെപ്പിൽ എത്രയോ മുസ്ലിങ്ങളെ വെടിവെച്ച് കൊന്ന് അച്യുതാനന്ദ സർക്കാർ. അത് മുസ്ലിങ്ങളോടുള്ള ക്രൂരതയല്ലേ? അതേപോലെ വേറൊരു കുടിയൊഴിപ്പിക്കൽ ഉണ്ടായിന്. ഇതൊന്ന് കണ്ടു നോക്കും. ഈ നൂറ്റാണ്ടിൽ കേരളം ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ക്രൂരവും നിഷ്ഠൂരവുമായ കുടിയൊഴിപ്പിക്കലായിരുന്നു മൂലംപള്ളിയിൽ. മേരി ചേച്ചിയെ പോലുള്ളവർ ഇടതുപക്ഷ സർക്കാരിന്റെ ജനവിരുദ്ധതയ്ക്ക് നേർസാക്ഷികൾ. ഞാൻ പള്ളിയിൽ പോയിട്ട് വന്ന വഴിയാണ്. പള്ളിയിൽ നിന്ന് അന്ന് കുരിശുവര പെരുന്നാളാണ്. കുരിശ് വരച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ചാനലുകാരൊക്കെ ഇതുപോലെ വന്നിട്ടുണ്ട്. ഇന്നലെ അവർ പറഞ്ഞത് പൈസ മേടിച്ച ആൾക്കാരുടെ പൊളിക്കാൻ പോകണമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് പൊളിക്കാത്ത ആൾക്കാരാണ്, കാശ് മേടിക്കാത്ത ആൾക്കാരാണ്. അപ്പോൾ അവർക്കിടെയാണ് പൊളിക്കാൻ വന്നത്. അപ്പോൾ ഞങ്ങൾക്ക് എന്നാൽ ശരിയായിരിക്കും പറഞ്ഞു വെച്ചാലേ പോലീസൊക്കെ ഇവിടെയൊക്കെ അന്നൊക്കെ ഇപ്പോഴല്ലേ വണ്ടിക്കൊക്കെ വന്ന് പോലീസൊക്കെ ഇറങ്ങണം. അന്നൊക്കെ ഒരുതരം കുറച്ച് പേരെ ആദ്യം കൊണ്ടുവന്നു, പിന്നെ ഒരുതരം ചങ്ങാടം പോലത്തെ സാധനത്തിലൊക്കെ അടവി കൊണ്ടുവന്ന് ഇറക്കിയിട്ടാണ് പോലീസുകാരുടെ അതൊരു മേളം തന്നെയായിരുന്നു. എന്താണ് പോലീസിൻ്റെ ഒക്കെ അഭിനയവും കാണിക്കലൊക്കെ. ഇവരൊന്നും മനുഷ്യരല്ലേ എന്ന് ഞാൻ അങ്ങനെ ഓർത്തുപോയി. എനിക്കൊക്കെ ഭയങ്കര സങ്കടം തോന്നി. ഈ കുടിയൊഴിപ്പിക്കലും വെടിവെപ്പൊക്കെ മറച്ചു വെച്ച് ഇലക്ഷൻ അടുത്തപ്പം ന്യൂനപക്ഷത്തിനോട് കാട്ടുന്ന പ്രേമം അത് വോട്ടിനുള്ളതാണെന്ന് ചോറ് തിന്നുന്ന എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇനിയെങ്കിലും അങ്ങനത്തെ തട്ടിപ്പൊന്നും ജനങ്ങൾ കൈകൊള്ളൂല. തമ്മാടിത്തരം ഇതൊന്നും കമൻ്റ് ഇടണ്ട. രാഷ്ട്രീയപരമായി സൗഹൃദപരമായി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കാനുള്ളതാണ്. എനിക്ക് എല്ലാ പാർട്ടിക്കാരോടും ബഹുമാനമാണ്. നമ്മുടെ വീഡിയോ കാണുന്നവരിൽ എല്ലാ പാർട്ടിക്കാരും ഉണ്ട്. അന്നേരം എനിക്ക് ആരോടും ദേഷ്യമില്ല. കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയങ്ങൾ കമൻറ്റിലൂടെ വിലയിരുത്താം. ബാഡ് കമൻറ്റ് ഇതൊക്കെ ഇടുന്നവർ അവർക്കൊന്നും പറയാനില്ലാഞ്ഞിട്ടാണെന്ന് മനസ്സിലാവും. ഇതിനെതിരെ നിങ്ങൾക്കുള്ള ന്യായീകരണം കമൻറ്റിലിടാം. എനിക്ക് ആരോടൊരു ദേഷ്യമില്ല, അതൊക്കെ നമ്മൾ ഉൾക്കൊള്ളും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാം.